വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ, സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നതുപോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഓർമ്മിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ കാലമനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ ശക്തിയാൽ സ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും പ്രവർത്തന ഫലമായി തിരുസഭ പടർന്നു പന്തലിച്ച് ഫലം ചൂടി നിൽക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് കൈത്താക്കാലം. എന്നാൽ ഇപ്പോൾ നമ്മുടെ സഭയിൽ ചില ഒറ്റപ്പെട്ട മ്ലേച്ഛകരമായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം സഭയ്ക്കു വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയതിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇതുപോലുള്ള സംഭവങ്ങൾ സഭയുടെ ഉത്ഭവം മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സഭ തകർക്കും എന്നൊക്കെ ചിന്തിക്കുന്നവർ ധാരാളം സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകും. എന്നാൽ അതൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയുമില്ല. കാരണം സഭയെ നയിക്കുന്നത് ഇന്നുമെന്നും ജീവിക്കുന്ന ദൈവമായ ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും സഭയുടെ വളർച്ചയ്ക്കല്ലാതെ തളർച്ചയ്ക്ക് ഇടവരുകയില്ല എന്നത് ഉറപ്പുള്ള ഒന്നാണ്. സഭാമക്കൾ എന്ന നിലയിൽ അതിനനുസൃതമായ ജീവിതം നയിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തവരാണ് സഭാമക്കളായ നാം ഓരോരുത്തരും. ദൈവജനം ഈശോയിൽ വസിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് സഭ കർത്താവിൽ വളരുന്നതും വളർത്തുന്നതും. യഥാർത്ഥ സഭാമക്കളായി ജീവിക്കുവാനും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം യത്നിക്കുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചെയ്ത പാപത്തിന്റെ കറ നീക്കാൻ പുത്തൻ ഹൗവയായി വന്ന കന്യമാതാവേ, ഹൗവ ചെയ്ത പാപത്തിന്റെ കറ നീക്കാൻ പുത്തൻ ഹൗവയായി വന്ന കന്യമാതാവേ, കാലം കാത്തിരുന്ന ദേവപുത്രന്റെ അമ്മേ, കന്യമേരി നിന്നെ ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. കാലം കാത്തിരുന്ന ദേവപുത്രന്റെ അമ്മേ, കന്യമേരി നിന്നെ ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. ആവേ മരിയ, ആവേ മരിയ, നീയാണമ്മേ ഞങ്ങളുടെ നെഞ്ചിന്റെ താളം. ആവേ മരിയ, ആവേ മരിയ, നീയാണമ്മേ ഞങ്ങളുടെ നെഞ്ചിന്റെ താളം. ഹൗവ ചെയ്ത പാപത്തിന്റെ കറ നീക്കാൻ പുത്തൻ ഹൗവയായി വന്ന കന്യമാതാവേ, ഹൗവ ചെയ്ത പാപത്തിന്റെ കറ നീക്കാൻ പുത്തൻ ഹൗവയായി വന്ന കന്യമാതാവേ. പാവന റൂഹാത്തൻ പൊന്മണവാട്ടി നീ, പാപക്കറയില്ലാതെ മഹിൽ വാണവൾ നീ, പുണ്യത്തിൻ വഴിയിൽ നിത്യം മാതൃക നീ, പിരിയ സ്നേഹത്തിൻ നിർജരിയല്ലോ നീ. പാവന റൂഹാത്തൻ പൊന്മണവാട്ടി നീ, പാപക്കറയില്ലാതെ മഹിൽ വാണവൾ നീ, പുണ്യത്തിൻ വഴിയിൽ നിത്യം മാതൃക നീ, പിരിയ സ്നേഹത്തിൻ നിർജരിയല്ലോ നീ.
കഥനം തിങ്ങും താഴ്വരയിൽ നീ കണ്ണീരൊപ്പും മാതാവേ, കഥനം തിങ്ങും താഴ്വരയിൽ നീ കണ്ണീരൊപ്പും മാതാവേ. കാരുണ്യത്തിൻ പൂക്കൾ വിതറും കർമ്മലറാണി നീ, കാരുണ്യത്തിൻ പൂക്കൾ വിതറും കർമ്മലറാണി നീ. ആവേ മരിയ, ആവേ മരിയ, നീയാണമ്മേ ഞങ്ങളുടെ നെഞ്ചിന്റെ താളം. ആവേ മരിയ, ആവേ മരിയ, നീയാണമ്മേ ഞങ്ങളുടെ നെഞ്ചിന്റെ താളം. അറിവിൻ പൊരുളായി വാഴും അംബിക നീ, ആപത്തിൽ തുണയായി നിൽക്കും കന്യക നീ. അത്ഭുത വരദാനം മക്കൾക്കേകും നീ, സിഹിയോൻ മാളിക തൻ പൊൻപ്രഭയല്ലോ നീ. അറിവിൻ പൊരുളായി വാഴും അംബിക നീ, ആപത്തിൽ തുണയായി നിൽക്കും കന്യക നീ. അത്ഭുത വരദാനം മക്കൾക്കേകും നീ, സിഹിയോൻ മാളിക തൻ പൊൻപ്രഭയല്ലോ നീ. സഹനത്തിയിൽ ഉരുകും മർത്യന് ആശ്രയമല്ലോ നീ, സഹനത്തിയിൽ ഉരുകും മർത്യന് ആശ്രയമല്ലോ നീ. സുവിശേഷത്തിൻ കതിരുകൾ നൽകും സർവേശ്വരി നീയേ, സുവിശേഷത്തിൻ കതിരുകൾ നൽകും സർവേശ്വരി നീയേ. ആവേ മരിയ, ആവേ മരിയ, നീയാണമ്മേ ഞങ്ങളുടെ നെഞ്ചിന്റെ താളം. ആവേ മരിയ, ആവേ മരിയ, നീയാണമ്മേ ഞങ്ങളുടെ നെഞ്ചിന്റെ താളം. ഹൗവ ചെയ്ത പാപത്തിന്റെ കറ നീക്കാൻ പുത്തൻ ഹൗവയായി വന്ന കന്യമാതാവേ. ഹൗവ ചെയ്ത പാപത്തിന്റെ കറ നീക്കാൻ പുത്തൻ ഹൗവയായി വന്ന കന്യമാതാവേ. കാലം കാത്തിരുന്ന ദൈവപുത്രന്റെ അമ്മേ, കന്യമേരി നിന്നെ ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. കാലം കാത്തിരുന്ന ദൈവപുത്രന്റെ അമ്മേ, കന്യമേരി നിന്നെ ഞങ്ങൾ